ഹായ്, ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സ്പെഷ്യൽ മെഡിക്കൽ പ്ലാന്റിനെ കുറിച്ചിട്ടാണ്. അതാണ് മാക്കോട്ട ദേവ. ഇത് ഇപ്പം പച്ചയാണ്. ഇപ്പോൾ മൂന്നാമത്തെ ട്രിപ്പാണ് കായ്ക്കുന്നത്. ഒരുപാട് മെഡിക്കൽ വാല്യൂ ഉള്ളൊരു പഴമാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ആയി വരുന്നുള്ളൂ. ഇന്തോനേഷ്യൻ സ്വദേശിയാണ്. നമുക്ക് ഇതിൻ്റെ മറ്റുള്ള വിശേഷങ്ങളിലേക്ക് കടക്കാം. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഇനേബിളാക്കി വെക്കുക, നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കാൻ വേണ്ടിയിട്ട്. കഴിവിൻ്റെ പരമാവധി എല്ലാവരും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കണ്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇന്തോനേഷ്യ, മലേഷ്യ എന്നിവിടങ്ങളിൽ ധാരാളമായിട്ട് കാണുന്ന ഒരു പഴമാണ് മാക്കോട്ട ദേവ. ഗോഡ്സ് ക്രൗൺ എന്നാണ് അവിടെ അറിയപ്പെടുന്നത്. പ്രമേഹ രോഗികൾക്ക് ഏറെ ഫലപ്രദമായ ഒരു ചികിത്സയാണ് ഇതിൻ്റെ അല്ലികൾ തിളപ്പിച്ച് വെള്ളം കുടിക്കുക എന്നുള്ളത്. 400 ഷുഗർ ലെവലുള്ള ആളുകൾക്ക് ഒരു മാസത്തെ ഉപയോഗത്തിൽ അത് 150-200 ഇടയിൽ പിടിച്ചു നിർത്താൻ കഴിയും. അത് കംപ്ലീറ്റ് ഷുഗർ ഒഴിവാക്കുന്നില്ല, ഒരു ലെവലിൽ കൺട്രോൾ ചെയ്യാൻ ഇത് വളരെ ഉപകാരപ്പെടുന്നതായിട്ടാണ് അനുഭവസ്ഥർ, നമ്മുടെ റിലേഷനിലുള്ള ആളുകളടക്കം സ്ഥിരീകരിക്കുന്നത്. ഞാനത് കോട്ടയത്തു നിന്ന് വാങ്ങിക്കൊണ്ടെന്ന് വെച്ച തൈയാണ്. ഏകദേശം 2 വർഷമായി വെച്ചിട്ട്. അതിപ്പോൾ ഒരു വർഷത്തിൽ 2 പ്രാവശ്യമാണ് ഇതിൻ്റെ ഫ്ലവറിങ് ടൈം. ഇത് ഓരോ ഓർണമെൻ്റൽ ചെടിയായിട്ട് നമുക്ക് വീട്ടിൽ വളർത്താം. കാണാൻ നല്ല ഭംഗിയാണ്. ആര് കണ്ടാലും ഒന്ന് കൊതിച്ചു പോകുന്ന കാഴ്ചയാണത്, കാഴ്ച നിൽക്കുന്നത് കാണാൻ തന്നെ. ഇതിൻ്റെ പ്രിപ്പറേഷൻ, ഇത് എങ്ങനെയാണ് ഇത് റെഡിയാക്കുക എന്നുള്ളത് ഞാൻ കാണിക്കാം. ഇതിൻ്റെ പഴമാണ് എടുത്തിട്ട് പഴുത്താൽ ഈ കളർ, ചുവന്ന കളറായാൽ പഴമെടുത്തിട്ടാണ് ഇത് മെഡിസിനാക്കി മാറ്റുന്നത്. ഇതാണ് ഇതിൻ്റെ പഴം. ഇതിപ്പോൾ പച്ച കളറിലുള്ളത് പഴുത്താൽ ഒരു പഴപ്പതിൽ പഴുത്ത കിട്ടിയത്. ഇതിനെ നമ്മൾ 6-7 പീസാക്കി കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ കുരു ഒഴിവാക്കിയിട്ട് വെയിലത്ത് വെച്ചിട്ട് ഉണക്കുക. നല്ലവണ്ണം കഴുകിയിട്ട് വൃത്തിയിൽ കഴുകിയിട്ട് അത് വെള്ളം കളഞ്ഞ് ഡ്രൈ ആക്കിയിട്ട് നല്ലപോലെ വെയിൽ കിട്ടുന്ന ഭാഗത്ത് കൊണ്ടുവച്ചിട്ട് ഉണക്കിയെടുക്കുക. ഇത് ഉണക്കിയെടുത്തതിന് ശേഷം ഒരു എല്ലി ഒരു ഗ്ലാസ് വെള്ളം. അപ്പോൾ ഹൈ ഷുഗറൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഒരു 6 ഗ്ലാസ് വെള്ളമാണ് ഒരു മാക്സിമം നമ്മൾ നോർമലിൽ കുടിക്കുക. അപ്പോൾ ഈ 6 ഗ്ലാസ് വെള്ളത്തിന് കണക്കാക്കിയിട്ട് 6 ഇല്ലി ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് അതവിടെ വെക്കുക. തണുത്തതിന് ശേഷം നമ്മൾ വെള്ളം എപ്പോഴൊക്കെയാണോ കുടിക്കേണ്ടത് ആ സമയത്തൊക്കെ ത്രൂ ഔട്ട് നമ്മൾ ഈ വെള്ളം കുടിക്കുക. തീർച്ചയായിട്ടും അനുഭവസ്ഥർ പറയുന്നത് 400-450 ഷുഗർ ലെവലുള്ളവർ 2 മാസത്തെ ഉപയോഗം കൊണ്ട് അത് 150 നോർമലിലേക്ക് എത്തിക്കാൻ പറ്റിയെന്നുള്ളതാണ്. അത് ഒരു ഷുഗർ പേഷ്യൻ്റുള്ള എല്ലാവരുടെയും വീട്ടിൽ ഒരു ചെടി വെച്ച് വളർത്തണമെന്നാണ് ഞാൻ നിങ്ങളോട് പറയാനുള്ളത്. എൻ്റെ അടുത്ത് ഇതിൻ്റെ ചെറിയ തൈകളുണ്ട്, പക്ഷെ വലിയ ഒരു തോതിലൊന്നും ഉൽപ്പാദനം തുടങ്ങിയിട്ടില്ല. അപ്പം അത്യാവശ്യക്കാർക്ക് ഞാൻ ഇത് കൊടുക്കുന്നുണ്ട്. ഒരു 6 മാസമായ തൈകളാണ്. അധികം തൈകളൊന്നുമില്ല, ഒരു 5-10 തൈകളാണ് ഉള്ളത്. അപ്പോൾ ഒരു 10-20 ചെറിയ തൈകൾ റെഡിയായി വരുന്നുണ്ട്. ഒരു 1-2 മാസം കൊണ്ട് അതും കൊടുക്കാനാവും. അപ്പോൾ ഷുഗർ കൊണ്ട്, പ്രമേഹം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഏറ്റവും ഉപകാരമുള്ള ഒരു പഴമാണ് ഇത് മാക്കോട്ട ദേവ. അതിലുപരി കണ്ണിന് കുളിർമയേകുന്ന ഒരു കാഴ്ച തന്നെയാണ് അത് കാഴ്ച നിൽക്കുന്നത്.
പ്രമേഹം മാത്രമല്ല, ഇന്നിപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മഹക്കോട്ട ബെനിഫിറ്റ് നോക്കുകയാണെങ്കിൽ ഒരുപാട് അസുഖങ്ങൾക്ക്, കൈകാല് കടച്ചിൽ, പുഴച്ചിൽ, ഇൻറ്റേർണൽ ഓർഗൻസിനുള്ള ഒരുപാട് അസുഖങ്ങൾക്ക് ഇത് ക്യൂറാക്കാൻ കഴിവുണ്ട് എന്നാണ് ഇപ്പോൾ കണ്ടുപിടിച്ച് കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാ ഇമ്മ്യൂണൽ പവർ കൂട്ടാൻ ചായ കുടിക്കുന്ന പോലെ 2-3 ഇലകളിട്ട് ചായ തിളപ്പിച്ച് ചായക്ക് ബദലായിട്ട് ഉപയോഗിച്ചാൽ നമ്മളുടെ ഇമ്മ്യൂണൽ പവർ, പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ ഇപ്പോൾ ഇന്തോനേഷ്യ, മലേഷ്യ അവിടെയൊക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ലീവ്സാണ് ഇതിൻ്റെ ഇലകൾ. തളിര് ഇലകൾ എടുത്ത് ചായ തിളപ്പിച്ചിട്ട് കുടിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാം അറിയുന്നതിന് വഴികളുണ്ടല്ലോ. അപ്പോൾ ഇനി കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക പരമാവധി എല്ലാവരിലേക്കും.